നമ്മുടെ അമ്മമാർക്ക് വയ്യാതായാലേ അച്ഛന്മാർക്ക് വീട്ടിലുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അല്ലെങ്കിൽ അപ്പോഴാണ് നമ്മുടെയൊക്കെ അമ്മമാർക്കൊരു പനി പിടിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെയൊക്കെ അച്ഛൻ്റെ ഹുങ്ക്. അതായിരുന്നു ആ വീഡിയോയുടെ ഒരു കോണ്ടന്റ്. എനിക്കത് ശരിക്കും ഇഷ്ടപ്പെട്ടു. കാരണം അത് 99% ഓഫ് ദ ഫാമിലിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത്ര അമ്മമാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. എൻ്റെ വീട്ടിലും സ്ഥിതി മോശമൊന്നുമല്ലോ, ഇതൊക്കെ തന്നെയാണ്. വലിയ വീരവാദമൊക്കെ അടിക്കുമെങ്കിലും അമ്മയ്ക്കൊരു പനി വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ സകല കോൺഫിഡൻസ് അവിടെ തീർന്നു. എന്താണ് നിനക്ക് ഇത്ര വലിയ പണി? കുറച്ച് അരി എടുത്ത് അടുപ്പത്തിട്ട ചോറായില്ലേ, എന്താണ് കറിയൊക്കെ വെക്കാൻ ഇത്ര പാട് എന്ന് പറയുന്നവര് ഒരു മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ചായ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ പാത്രം നികത്തും നമ്മുടെ വീട്ടിൽ. നമ്മുടെ അമ്മമാരുടെ അടുക്കും ചിട്ടയുടെയൊക്കെ വാല്യൂ അവരാ കഴുകുന്ന ഓരോ പാത്രത്തിൽ നിന്ന് അവർ റിയലൈസ് ചെയ്യുകയും ചെയ്യും. സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മളൊക്കെ എല്ലാവരും ഒരു 9 to 5 ജോലി ചെയ്യുന്നവർക്ക് അത്രയേ ഉള്ളൂ. പക്ഷേ രാവിലെ തൊട്ട് രാത്രി വരെ ഒരു ശമ്പളം ഇല്ലാതെ കഷ്ടപ്പെടുന്നവരല്ലേ നമ്മുടെയൊക്കെ അമ്മമാർ. അവരുടെ പാർട്ട്നേഴ്സ് തന്നെ അത് മനസ്സിലാക്കാതിരിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഐറണി എന്ന് പറയുന്നത്. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡിൽ ഒരു ഇത്തിരി ഉപ്പ് കൂടിയാൽ തന്നെ എൻ്റെ അച്ഛന് നല്ല ദേഷ്യം വരും, നല്ല ചാട്ടവും ചാടും. പക്ഷെ എൻ്റെ അടുത്ത് ഒന്നും നടക്കൂല. അമ്മയ്ക്കിടയ്ക്ക് ഒരു ആക്സിഡൻറ്റ് വന്നു, 1.5 മാസത്തോളം ബെഡ് റെസ്റ്റ് പറഞ്ഞപ്പോൾ അമ്മ ആകെ പാനിക്കായിപ്പോയി, വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാകും എന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞമ്മ ഡോൺ വരി, ഞാനില്ല, എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുക്കിങ്ങും ഫുഡ് സെർവിങ് ഒക്കെ ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു റൂൾ ഉണ്ടായിരുന്നു, ഫുഡ് ഉണ്ടാക്കി കൃത്യസമയത്ത് ടേബിളിൽ വെച്ച് വിളിക്കും. വന്ന് കഴിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ ആ ഫുഡിൻ്റെ പുറകെ ഞാൻ തിരിഞ്ഞു പോലും നോക്കത്തില്ല. വേണ്ടപ്പോൾ വന്ന് കഴിച്ചോണം, ഞാൻ ഒരു കൺസേണും തരില്ല. ഈവൻ ഞാൻ അമ്മയെ പോലെ അച്ഛൻ കഴിക്കുന്നവരെ വെയിറ്റ് ചെയ്ത് പട്ടിണി ഇരിക്കാൻ ആ ഒരു ഡ്രാമയ്ക്കൊന്നും ഞാൻ നിൽക്കത്തില്ല. ബട്ട് ആ ഒരു 1.5 മാസം എൻ്റെ അച്ഛൻ നല്ല കുട്ടിയായിരുന്നു, യാതൊരു പ്രശ്നവും പറഞ്ഞില്ല. ഇനി ഞാൻ ഉണ്ടാക്കി കൊടുത്ത കറികൾ അത്ര മോശമായിട്ട് പോലും, ചോറിന് വേവ് കൂടിയിട്ട് പോലും എൻ്റെ അച്ഛൻ ഒന്നും മിണ്ടാതെ കഴിച്ചിട്ട് ഒരു ചെറിയ പുഞ്ചിരിയോടെയാണ് അതിനെ ടേക്ക് കെയർ ചെയ്തത്. മേ ബി എനിക്ക് വിഷമാവുമെന്ന് ഓർത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ഫ്രീഡം എൻ്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. അപ്പം നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ അടുത്ത്, ഇപ്പം അമ്മയുടെ അടുത്ത് അച്ഛനത് കാണിക്കുന്നത് സ്നേഹ കൂടുതലാണെന്ന് ചിലപ്പോൾ അച്ഛൻ പറഞ്ഞാൽ പോലും അത് ശരിയല്ല. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന ചെറിയ കാര്യങ്ങൾ കുറ്റം പറയാൻ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഒരു നല്ല ഭംഗിയായിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ചായയാണ് ഉണ്ടാക്കി തന്നത്, ഇന്നുണ്ടാക്കിയ ഫുഡിന് നല്ല രുചി ഉണ്ടായിരുന്നതെന്ന് പറയാനും നമ്മളെ കൊണ്ട് പറ്റണം. പിന്നെ നമുക്ക് ചോറൊക്കെ വയറ് നിറച്ച് ഉരുട്ടി കഴിച്ചിട്ട് ആ പ്ലേറ്റ് അവിടെ വെച്ചിട്ട് പോകുമ്പോൾ, കഴിക്കാൻ നമുക്ക് പ്ലേറ്റ് ആവശ്യമാണെങ്കിൽ അത് കഴുകി വെക്കാനുള്ള മര്യാദ കൂടി നമ്മൾ കാണിക്കണ്ടേ? നമ്മളല്ല കേട്ടോ, ആണുങ്ങൾ കാണിക്കണം. എനിക്ക് അനിയനുണ്ടായപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവരും കൂടെ അവനെ എടുത്ത് തലയിൽ വെച്ചിട്ട് ഇങ്ങനെ ഓവർ പാമ്പറിങ്ങും ഭയങ്കര ഷോ ഓഫായിരുന്നു കേട്ടോ. അവനെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കില്ല, അവൻ കുഞ്ഞു വാവയാന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അന്ന് ഞാനാണ് എൻ്റെ വീട്ടിലാകെ വയലൻ്റായിട്ട് ഭയങ്കര റെബലായിട്ട്, അത് പറ്റത്തില്ല, അവൻ കഴിച്ച പാത്രം അവൻ കഴുകണം, എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും വേണം, അവൻ്റെ തുണി അവനെ കൊണ്ട് കഴിപ്പിക്കണം, അവനെ അത് പഠിപ്പിക്കണം, ഇത് പഠിപ്പിക്കണം, തൂക്കണം, തുടയ്ക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും എന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു. ആൻഡ് ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. ഞാൻ പറഞ്ഞ്